മാറാകട്ടെ. ഈ ഇന്ത്യയിലെ സന്ധ്യാസമയത്ത് നമ്മൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവ സാന്നിധ്യത്തിൽ, ദൈവ വചനം കേൾവിക്ക് വേണ്ടി കൂടിവരാൻ ഈ നിലയിൽ കൂടി വന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. എൻ്റെ മുമ്പാകെ എനിക്ക് പലരെയും കാണുവാൻ സാധിക്കുന്ന പല ടൈം ലൈൻസിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സഹോദരന്മാരുണ്ട്. അമേരിക്കയിൽ ജോയിൻ ചെയ്ത പ്രിയ സഹോദരന്മാർ ഫിലിപ്പസങ്ങളുണ്ട്. അതുപോലെ കുവൈറ്റിൽ നിന്ന് ജോയ് ജോൺ സഹോദരൻ ജോയിൻ ചെയ്തിട്ട് കാണുന്നുണ്ട്. മറ്റു പല പ്രിയപ്പെട്ടവരെയും അറിയാത്തവരായിട്ടുമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തെ സ്തുതിക്കുന്നു. കൂടാതെ കെ എം സാമനങ്ങളുടെ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതുവരെയും ഞങ്ങൾക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. ആ നിലയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഒന്നിച്ച് കാണുവാൻ ദൈവം സഹായിച്ചത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ വർത്തമാന പത്രം കാണുമ്പോഴേ വളരെ ദുഃഖകരമായ വാർത്തകളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ അറിയുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മൾ സ്നേഹിക്കുന്നവരും പല പ്രിയപ്പെട്ട ഈ ദിവസങ്ങളിലെ കർത്തസനിലേക്ക് അപ്രതീക്ഷിതമായ സമയത്ത് കടന്നു പോകുന്നു. മാത്രമല്ല, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ ആദ്യമായിട്ട് കണ്ട വാർത്ത ഡാലസിലുണ്ടായ വലിയൊരു ആക്സിഡന്റിനെ കുറിച്ചാണ്. നമ്മുടെ സഹോദരന്മാരും എല്ലാം അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് എനിക്കറിയത്തില്ല. മറ്റു ഫിലിപ്പസങ്ങളിൽ അറിയാമായിരിക്കും. 133 വണ്ടികൾ ഒന്നിച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിലുണ്ട് 6-7 മരണം ഉണ്ടായി. 65-ലധികം പേര് ഇഞ്ചേർഡ് ആയിരിക്കുന്നു. വളരെ സീരിയസ്, ഒരു വെരി സീരിയസ് ആക്സിഡന്റ്. അതിന്റെ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും പേരെ മരിച്ചുള്ളല്ലോ എന്നൊക്കെ അത്ഭുതം തോന്നും. അത്ര വലിയ ആക്സിഡന്റ് ഉണ്ടായിരിക്കും. നമ്മുടെ രാജ്യത്ത് ഇതുപോലെ തന്നെ ഓരോ ദിവസവും എന്തെല്ലാം ആക്സിഡൻസ് ആണ് ഉണ്ടാകുന്നത്. നമ്മളെ വളരെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ലോകം ഇങ്ങനെയൊക്കെ സംഭവിക്കണമോ എന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നും. ദൈവത്തിന്റെ കാര്യപരിപാടികളെ എന്തൊക്കെയാണെന്ന് പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നും. കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന പല സഹോദരന്മാർ ഈ ദിവസങ്ങളിലെ നമുക്കറിയാം നല്ല അപ്രതീക്ഷിതമായിട്ട് ദൈവസ്ഥനിലേക്ക് ചേർക്കപ്പെട്ടു. നമ്മളെ സജീവ് സോനോർത്ത് പോലെ ദുബായിലെ നമ്മൾ അറിയുന്ന കുറഞ്ഞ പക്ഷം 4 പേരെങ്കിലും ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്നതായിട്ടാണ് അറിയുന്നത്. അതിൽ കൂടുതലൊരു പക്ഷം ഉണ്ടായിരിക്കാം. ദൈവത്തിന്റെ മക്കള് ഈ നിലയിലൊക്കെ ഈ ദിവസങ്ങളിൽ ദൈവം അനുവദിക്കുന്നല്ലോ എന്നുകൊണ്ട് എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതായത് ഒരു വിശ്വാസി ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകാനൊക്കെ ദൈവം അനുവദിക്കുമോ? പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഒരു ചോദ്യമാണ്. ദൈവം അങ്ങനെ പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമോ? ഒരു പക്ഷെങ്കിൽ നമ്മൾ ഈ നാടുകളിൽ കേൾക്കുന്ന ഒരു വർത്തമാനം, അതായത് ഈ സോഷ്യൽ ഗോസ്പിൾ പ്രസംഗിക്കുന്നവരെ, അതുപോലെ തന്നെ പ്രോസ്പെരിറ്റി ഗോസ്പിൾ പ്രസംഗിക്കുന്നവരെ, അവരുടെ പ്രസംഗമൊക്കെ കേട്ടാൽ വളരെ രസകരമാണ്. അവരുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ വിശ്വാസി ആയിക്കഴിഞ്ഞാൽ, അത് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല, എല്ലാം അനുഗ്രഹമാണെന്ന രീതിയിലാണ് അവർ പ്രസംഗിക്കുന്നത്. നമ്മുടെ പ്രസംഗം ചില സമയത്ത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. നിങ്ങൾ കർത്താവിലേക്ക് വന്നാൽ നിങ്ങൾ വട്ടി നിറയും, നിങ്ങളെ തൊട്ടി നിറയും എന്നൊക്കെ പറഞ്ഞ് പാടുന്നതും പ്രസംഗിക്കുന്നതും കേൾക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മളെ ഈ നാടുകളിലെ വിശ്വാസ കോളത്തിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോഴേ നമുക്ക് എല്ലാ അനുഗ്രഹമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ന്യായമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അനുഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ ആ കാര്യപരിപാടി അങ്ങനെ ആയിരുന്നെങ്കിൽ, അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ട 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശ്വാസികളായിരുന്നു അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക. അവരെ പോലെ കർത്താവിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത, ത്യാഗം അനുഭവിച്ച ഒരു ജനത അതിനുശേഷം ഒരു പക്ഷേ ഉണ്ടായി കാണത്തില്ല. അത് അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവന്റെ മരണപത്രം എഴുതുക എന്നുള്ളതാണ്. അതായത് ക്രിസ്ത്യാനിയായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലപ്പെടാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു സാഹചര്യമായിരുന്നു 1-ാം നൂറ്റാണ്ടിലുള്ളത്, നമുക്കറിയാം. അതുകൊണ്ട് ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. വലിയൊരു വില കൊടുത്തെങ്കിൽ മാത്രമേ ക്രിസ്ത്യാനിയാകുവാൻ സാധ്യമാകുള്ളൂ. നമുക്കറിയാം, നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന കാര്യങ്ങൾ കേട്ട് നമ്മൾ കരയാതെ, നമ്മൾ കണ്ണുനീര് വരാതെ നമുക്കൊരിക്കലും ചരിത്ര കാര്യങ്ങൾ വായിക്കാൻ സാധിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഈ നാളിൽ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി വിശ്വാസികൾ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം, അതേക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുക. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ ദാനിയേലിന്റെ പ്രവർത്തനമുള്ള ദാനിയേലിന്റെ ഒരു പ്രത്യേകതയിൽ കൂടിയാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത്. ദാനിയേലിന്റെ ജീവിതത്തിലെ ദാനിയേൽ ഏറ്റവും അധികം പ്രാതികൂല്യങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ദാനിയേൽ ആ പ്രതികൂല സാഹചര്യങ്ങൾ ദാനിയേൽ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ 1-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രതികൂലങ്ങൾ ഉണ്ടായി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അധികമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് കാണുവാൻ കഴിയും. ജയിൽ വാസം ഉണ്ടായി, അതുപോലെ തന്നെ കൊലപാതകം, തൂക്കിക്കൊല്ലല്, അതുപോലെ കല്ലെറിഞ്ഞു കൊല്ലല്, അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നതിലും
അതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മളെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി വിശ്വാസി കടന്നു പോകേണ്ടി വരുമോ? പലപ്പോഴും നമുക്ക് സംശയം തോന്നുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം വിശ്വാസികളെ പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് പോകാൻ അനുവദിക്കുന്നു എന്നുള്ള കാര്യം വാസ്തവമാണ്. അതായത് പെട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഇയ്യോബിന്റെ കാര്യമാണ്. ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ 3 പ്രാവശ്യം രേഖപ്പെടുത്തി അവനെ പോലെ നിഷ്കളങ്കനായുള്ളവൻ, നേരുള്ളവനായുള്ളവൻ, ദൈവത്തെ അന്വേഷിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് അവനെക്കുറിച്ച് 3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ദൈവത്തിന് വചനത്തെ രേഖപ്പെടുത്തി. പക്ഷെങ്കിൽ അവനെ ആ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി പോകാൻ കൊണ്ട് ദൈവം അനുവദിച്ചു എന്നുള്ളതല്ലേ. അത് നമുക്ക് പലപ്പോഴും അതിന്റെ ആ വിഷയത്തിലേക്ക് സമയം കിട്ടിയാൽ പിന്നീട് വരാം എന്നുള്ളതല്ലേ വാസ്തവം. അതുപോലെ പക്ഷേ ദൈവം നമ്മൾ പലപ്പോൾ അതുപോലെ ദൈവം നമ്മളെ ഒരു പക്ഷേ പരീക്ഷിക്കുവാൻ വേണ്ടി നമ്മളെ പ്രതികൂല സാഹചര്യങ്ങളിൽ കടന്നു പോകേണ്ടി വരും. അതിന് നല്ല ഉദാഹരണമാണ് നമ്മളെ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അബ്രഹാമിന്റെ എക്സാമ്പിൾ, അബ്രഹാമിന്റെ ഉദാഹരണം. ദൈവം നമ്മളെ പരീക്ഷിക്കുന്നു. പരീക്ഷിക്കുക എന്നുള്ളതിന് 2 തരത്തിലുള്ള അർത്ഥം പലപ്പോഴും നമ്മൾ കൊടുക്കുന്നു. ഒന്ന് പരീക്ഷ, മറ്റേ പ്രലോഭനത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവം നമ്മളെ പരീക്ഷിക്കുന്ന, നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ചില സാഹചര്യം ഉണ്ടാകും. പ്രലോഭനങ്ങൾ നമുക്ക് വരുന്ന ഒരു പക്ഷേ നമ്മുടേതായിട്ടുള്ള പ്രതിസന്ധി, പ്രലോഭനങ്ങൾ വീഴുന്നത് പോലും ഉണ്ടാകുന്ന അതിന്റെ കോൺസിക്വൻസ്, അതിന്റെ അനന്തരഫലങ്ങൾ ഉണ്ടാകുന്ന ആ പ്രതികൂല സാഹചര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന അത് വ്യത്യസ്തമായ സാഹചര്യം. ദൈവം നമ്മളെ പരീക്ഷിക്കുമ്പോഴേ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായത് അതുപോലെ ഒരു പരീക്ഷയായിരുന്നു എന്ന് കാണുവാൻ കഴിയും. അബ്രഹാമെ എന്ന് വിളിച്ചു, അബ്രഹാം വിളി കേട്ടു, അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ച കാര്യങ്ങൾ, അവന്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടി ദൈവം അത് അനുവദിച്ചായിരുന്നു കാണുവാൻ കഴിയും. അതിനും വളരെ ദൂരവ്യാപകമായ കോൺസിക്വൻസസ്, അനന്തര ഫലങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതേക്കുറിച്ച് വിശദീകരിക്കാനല്ല ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു. എന്നാൽ അതുപോലെ ദൈവം തന്റെ മക്കൾക്ക് ബാലശിക്ഷ നൽകുന്ന കാര്യമുണ്ട്, നമുക്കറിയാം. പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചുള്ളതാണ് നമ്മളത് ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ ഭാഗത്തിൽ കാണുവാൻ സാധിക്കും. ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ബാലശിക്ഷ നൽകുന്ന ഒരു ദൈവമാണ്. ദൈവം തന്നെ മക്കൾക്കാണ് ബാലശിക്ഷ കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രാതികൂല സാഹചര്യങ്ങളും ഉണ്ടാവത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രാതികൂല്യങ്ങളും ദൈവത്തിന്റെ അനുവാദത്തോടു കൂടിയാണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയും. ഒരു പക്ഷെ നമ്മുടേതായ കുറ്റം കൊണ്ട് വരുന്ന പ്രാതികൂല്യം പോലും ദൈവം അനുവദിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ. വിശ്വാസികളെ സംബന്ധിച്ച് ദൈവം അനുവദിക്കാതെ ഒരു പ്രതികൂല സാഹചര്യങ്ങളും വരത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുകൂല സാഹചര്യങ്ങളും തരത്തില്ല ദൈവം എന്നുള്ള കാര്യം ശരിയാണ്. നമ്മുടെ ജീവിതത്തിലും അതുപോലെ വിശ്വാസികളുടെ ചരിത്രമൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടവർ അനുകൂല സാഹചര്യങ്ങളിലല്ല പ്രയോജനപ്പെട്ടത്, പ്രതികൂല സാഹചര്യങ്ങളാണ് ദൈവത്തിന് വേണ്ടി ദൈവമക്കൾ പ്രയോജനപ്പെട്ടത്, അല്ലെ ദൈവനാമം മഹത്വപ്പെടുത്താൻ മുഖാന്തരമായി തീർന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം ദൈവം ആ പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് തരുന്നത് ദൈവത്തിന്റെ നാമത്തിന് മാത്രം വേണ്ടി ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു ചിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചിത്രകാരൻ വരച്ച ഒരു ചിത്രമാണ് ഈ കാണുന്നത്. അതായത് അവിടെ നമ്മൾ നോക്കുന്നുണ്ട്, അവിടെ വിശ്വാസികളെ ഒരു മരത്തോട് ചേർത്ത്, ഒരു കമ്പിനോട് ചേർത്ത് നിർത്തിയിട്ട് അവർ ദേഹത്ത് എണ്ണ ഒഴിച്ചിട്ട് കത്തിച്ച് തീപ്പന്തം പോലെ അവരുടെ റോമൻ കൊളോസിയത്തിന് അകത്ത് നടന്നിരുന്ന സംഭവങ്ങളാണ് കാണുന്നത്. അതുകൂടാതെ വിശ്വാസികളെ കൊളോസിയത്തിനകത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ട് വന്നിട്ട് സിംഹങ്ങളുടെ മുന്നിൽ ഇട്ടുകൊടുക്കുന്നു. അതൊക്കെ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു എന്ന് പലപ്പോൾ ഒരു പക്ഷേ അവർക്ക് തോന്നിക്കാണുന്നില്ല. അവർ പക്ഷേ വളരെ വിശ്വാസത്തിൽ വളരെ സ്ട്രോങ് ആയിരുന്നു, വളരെ ധൈര്യമുള്ളവരായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു രക്തസാക്ഷിയായി മരിച്ച ഒരാളെ കുറിച്ച് എനിക്കിങ്ങനെ വായിച്ചിട്ടുണ്ട്. തന്നെ പിറ്റേ ദിവസം തൂക്കിക്കൊല്ലുവാൻ തൊക്കണം കോടതി വിധിച്ചു. കോടതി അന്നത്തെ രാജാവ് വിധിച്ചു. അടുത്ത ദിവസം തന്നെ കൊല്ലുവാൻ തൊക്കണം തീരുമാനിച്ചു. തലേ ദിവസം വൈകിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ കൊല്ലുന്ന വെറും തൂക്കിക്കൊല്ലല്ല നടക്കുന്നത്, ഇതുപോലെ ഒരു പക്ഷേ കത്തിച്ച് കൊല്ലുവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായി കൊല്ലുന്നത്. അപ്പം മരണത്തെ നേരിടുവാൻ ഉള്ള ധൈര്യം തനിക്ക് വളരെ കുറവായിരുന്നു. തലേദിവസം രാത്രി താനിരുന്ന ജയിലിന് കാരാഗ്രഹത്തിനകത്ത് വെളിച്ചം കാണാൻ വേണ്ടി കത്തിച്ചു കഴിഞ്ഞാൽ വിളക്കിൽ തൻ്റെ കൈയൊന്ന് വിരലൊന്ന് തൊട്ട് നോക്കി, തന്നെ എങ്ങനെ ഒരു പക്ഷേ എന്നെ കത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു നോക്കിയപ്പോൾ തൻ്റെ കൈ പൊള്ളിപ്പോയി. എനിക്കത് സഹിക്കാൻ സാധിച്ചില്ല, എന്തൊരു വേദനയാണെന്ന് വിചാരിച്ചു. എന്നാൽ അടുത്ത ദിവസം തന്നെ തൂക്കിക്കൊല്ലാനാണ് വിധിച്ചെങ്കിലും തന്നെ കൊണ്ടുപോയി ഇതുപോലെ മരത്തോട് ചേർത്ത് നിർത്തി എണ്ണ ഒഴിച്ച് കത്തിക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ സമയത്ത് ദൈവം തനിക്ക് വളരെ ദൈവകൃപ കൊടുത്തു. തനിക്ക് കണ്ടുനിന്ന രക്തസാക്ഷികൾ അതിനുശേഷം രക്തസാക്ഷികളായി കാണും. കണ്ടുനിന്നവർ പറഞ്ഞത് ഈ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം ചെയ്തുകൊണ്ട് ആ നിലയിൽ ഈ മരണത്തെ നേരിട്ടെന്നാണ്. അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഈ മരണത്തെ നേരിടുവാൻ
അധികം കൃപ കൊടുക്കും എന്നുള്ള കാര്യം വളരെ വാസ്തവമായ കാര്യമാണ്. നമ്മൾ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ നമ്മൾ വായിക്കുമ്പോൾ താൻ പറയുന്നത്, ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. കർത്താവിൻ്റെ ആ മരണത്തിന് കുറവുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഷ്ടതയിൽ കൂടി എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച പോലെ കഷ്ടതകളൊന്നും ഒരു വിശ്വാസി ഒരു പക്ഷേ ഈ കാലത്തും അല്ലെ ആ കാലത്തും അനുഭവിച്ച് കാണത്തില്ല. എനിക്കുണ്ടായ പ്രയാസത്തെക്കുറിച്ച് നമുക്കറിയാം. കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ 15-ാമത്തെ ഞാൻ വിശദീകരിക്കുന്നു. എനിക്കുണ്ടായ ആ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ വളരെയധികം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളിലെ ഒരു പട്ടിക നമുക്ക് കാണുവാൻ കഴിയും. അപ്പം ആ നിലയിലും ദൈവം പ്രതികൂല സാഹചര്യങ്ങൾ തനിക്കുണ്ടായി കൊടുത്തു. എന്നാൽ ആ സാഹചര്യങ്ങളിലും ദൈവനാമം മാതൃപ്പെടും. നല്ലൊരു എക്സാമ്പിളാണ് നമ്മളെ അപ്പോസ്തല പ്രവൃത്തിയിൽ 16-ാം അധ്യായത്തിൽ കാണുന്നത്. മക്കദോന്യൻ, ഗ്രേറ്റ് മാസിഡോണിയൻ കോൾ എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ കാണുന്നല്ലോ. വാക്യങ്ങൾ എഴുതി വായിക്കാൻ സമയമില്ലെന്ന് അതിൽ കിടക്കുന്നില്ല. എന്നാൽ ആ മക്കദോന്യെ വിളി കേട്ട് അവർ ഫിലിപ്പിയിലേക്ക് പോകുന്നു. വഴിയൊക്കെ നമുക്കറിയാം, മിഷണറി യാത്ര ഇടയിൽ നടക്കുന്ന സംഭവമാണ്. ആ ഫിലിപ്പിയിലേക്ക് പോയി കഴിഞ്ഞാൽ കർത്താവിൻ്റെ ആ കാര്യപരിപാടി അനുസരിച്ചാണ് അവർ പോകുന്നത്. കർത്താവ് പറഞ്ഞിട്ടാണ് പോകുന്നത്. മക്കദോന്യക്കാരനെ പുരുഷനോട് ദർശനത്തിൽ തനിക്ക് പ്രത്യക്ഷപ്പെട്ടു, തന്നോട് സംസാരിച്ച് വളരെ അഷ്വേർഡായിട്ടുള്ള യാത്രയാണ് ചെയ്തത്. എന്നാൽ നമുക്കറിയാം ഫിലിപ്പിയിലുണ്ടായ സംഭവം നമുക്ക് എന്താണെന്നറിയാം. അവരെ അടിപ്പിച്ചു, കാരാഗ്രഹത്തിൽ കൊണ്ട് ആക്കി. ഒരു പക്ഷെങ്കിൽ പൗലോസിന് താൻ റോമാ പൗരനാണ് പറഞ്ഞത്, ഒരു പക്ഷേ കാരാഗ്രഹത്തിലാകാൻ രക്ഷപ്പെടുവാൻ സാധിക്കുമായിരുന്നു. പൗലോസ് അത് പറഞ്ഞില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ഫിലിപ്പിയിൽ ഒരു സഭ ഉണ്ടാക്കുന്ന കാരണമായി തീർന്നു. ആ ജയിലറും കുടുംബം കർത്താവിലേക്ക് വരാൻ നിൽക്കേണ്ടതായി തീർന്നു. മാത്രമല്ല, ലുദിയാണ് ആദ്യമായിട്ട് വന്ന് ലുദിയുടെ ഭവനത്തിലേക്ക് ചെല്ലുവാൻ നിൽക്കണം. ഒരു പക്ഷേ അവിടെ ആ ലുദിയുടെ ഭവനത്തിലായിരിക്കും ഒരു പക്ഷെങ്കിൽ അവിടുത്തെ ആദ്യത്തെ കുടിവരവ് ആരംഭിച്ചത്. അതായത് ഞാൻ പറഞ്ഞത്, ആ പ്രതികൂല സാഹചര്യങ്ങൾ ദൈവം അവർക്ക് അനുകൂലമാക്കി മാറ്റി തീർന്ന് കാണുവാൻ കഴിയും. എന്നാൽ അതേസമയം ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോഴേ അവർ ചെയ്ത പാപത്തിന്റെ അനന്തരഫലമായിരുന്നു അവര് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നവർ കാണുവാൻ കഴിയും. അനേക ഉദാഹരണങ്ങൾ നമുക്ക് ദൈവത്തിന്റെ വാതിൽ കാണുവാൻ കഴിയും. നമുക്ക് സമയക്കുറവാണ്, വളരെ വേഗം നമുക്ക് ആ വിഷയങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു ചിത്രം ഇത് ആഫ്രിക്കയിൽ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ക്യാൻസാമരങ്ങളിൽ ഈ ഒരു ചിത്രം വളരെ സുപരിചിതമായ ഒരു ചിത്രമായിരിക്കും. ആഫ്രിക്കയിൽ ഒരു ജയിലിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ചിത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ചിത്രം അവിടെ ആഫ്രിക്കയിലെ സാംബിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പല ജയിലുകൾക്ക് ഒരു ചാപ്ലിൻ ഉണ്ട്. ജയിലിൽ ഒരു പ്രിസൺ ചാപ്ലിൻ ഉണ്ട്. ആ ചാപ്ലിൻ ഇവരോട് വന്ന് സുവിശേഷം പറയും. അനേകർ കർത്താവിലേക്ക് ആ നിലയിലെ ആദായപ്പെടുത്തുന്ന ജയിലിന്റെ സാഹചര്യമുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ പോയിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ ഒരു ജയിലിന്റെ പശ്ചാത്തലത്തിൽ ജയിലിലുള്ള ജോലിക്കാർ ഇവിടെ ചെയ്യിക്കുന്ന പോലെ അവർ ജോലി ചെയ്യിക്കും. അപ്പൊ ഇത് നമ്മൾ കാണുന്ന അവർ രാവിലെ എന്തോ വിത്ത് വിതയ്ക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത്, അവർ രാവിലെ ഇങ്ങനെ വിത്ത് വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് ജയിലിന്റെ ചാപ്ലിൻ അങ്ങോട്ട് വരുന്നത്. ജയിൽ ചാപ്ലിൻ അവരോട് ചോദിച്ചു, ഓ ഗുഡ് മോർണിംഗ്, യു ആർ സോയിങ് ഇൻ ദ മോർണിംഗ് എന്ന് ചോദിച്ചു. അവരോട് ചോദിച്ചു. അതിൽ ചിലർക്ക് വിശ്വാസികളുണ്ട്. അപ്പൊ അതിൽ വിശ്വാസിയായ ഒരു സ്ത്രീ പറഞ്ഞു, നോ, വി ആർ നോട്ട് സോയിങ്, വി ആർ റീപ്പിംഗ്. ഞങ്ങൾ വിതയ്ക്കുമല്ല, ഞങ്ങൾ കൊയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായി. കാര്യം അവരെ ഒരു പക്ഷെങ്കിൽ ഈ സമയത്ത് ഈ ജയിലിൽ ആയിരിക്കേണ്ട കാര്യമല്ല, പക്ഷെങ്കിൽ അവർ ചെയ്ത കുറ്റത്തിന്റെ പ്രതിഫലമായിട്ട് അവരെ ശിക്ഷ അവർ കൊയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതായത് അവര് ചെയ്ത കുറ്റത്തിന്റെ തെറ്റിന്റെ പ്രതിഫലമായിട്ട് അവർക്ക് ഈ അവരുടെ ശിക്ഷ അവർക്ക് കൊയ്യേണ്ടി വന്നു എന്നാണ് കാണുന്നത്. നമ്മൾ ഇസ്രായേലിനെ ചേർത്ത് നോക്കുമ്പോൾ ഈ കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലം ഞാൻ പറയാൻ കാരണം, ദാനിയേലില് നമ്മൾ നോക്കുന്നത്, ദാനിയേൽ പുസ്തകത്തിലേക്ക് വരുമ്പോഴേ ദാനിയേല് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്കറിയാം. ഞാൻ ഇതിന്റെ പശ്ചാത്തലം വിവരിക്കുന്നില്ല. നമുക്ക് ദാനിയേലിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ചുരുക്കമായിട്ട് ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ ദാനിയേലിന്റെ പ്രതികൂല സാഹചര്യം ദാനിയേൽ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ഒരു മാതൃകയായിരിക്കുന്നത്. ദാനിയേലിന്റെ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ, പ്രതികൂലമായ ദൈവത്തിന് ദാനിയേലിന് മാത്രമേ അനേക എക്സാമ്പിൾസ് കാണുവാൻ കഴിയും. യോസഫിന് കാണുവാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള പല എക്സാമ്പിൾസ് നമുക്ക് കാണുവാൻ കഴിയും. അതിലെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ദാനിയേലിന്റെ എക്സാമ്പിൾ, ഉദാഹരണം നമുക്ക് കാണുവാൻ കഴിയും. ദാനിയേലിന്റെ ശുശ്രൂഷ, ദാനിയേൽ പൂർണ്ണമായിട്ടും ദാനിയേലിന്റെ ശുശ്രൂഷ നമുക്കറിയാം. ബാബേൽ രാജ്യത്തിലായിരുന്നു നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ ബെൽഷസ്സറിന്റെ കൊട്ടാരത്തിലോ ഒക്കെ ആയിരുന്നു നമുക്ക് അറിയാൻ കഴിയും. എന്നാൽ ദാനിയേൽ താൻ ആയിരുന്നതൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞ പ്രതികൂല സാഹചര്യങ്ങൾ. ദാനിയേലിന്റെ ഭവനത്തിന്റെ പശ്ചാത്തലമോ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഒരുപക്ഷെ ദാനിയേലിന്റെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ട് കാണും. നമുക്കറിയാം. അത് ഈ ദൈവത്തിന്റെ വാനം പഠിക്കുമ്പോഴേ നമുക്ക് ആ കാര്യം മനസ്സിലായി. അനേകരെ അസംഖ്യങ്ങളായ ജനങ്ങളെ ബാബേലിന്റെ ഇൻവേഷനിൽ ബാബേലെ അവരെ കീഴടക്കിയപ്പോഴേ അവർ കൊല്ലപ്പെട്ടായിട്ട് കാണുവാൻ കഴിയും. അവരെ ചെയ്ത പാപത്തിന്റെ ഫലം അവരെ കൊയ്യുകയായിരുന്നു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് വാനം അതേക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ പിതാവായ ദാവീദ് അതിനുശേഷം ശലോമോനോടൊക്കെ ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ ശലോമോന്റെ പ്രാർത്ഥന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശലോമോൻ പറയുന്നത് തന്നെ അവരെ കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ദൈവത്തെ സേവിക്കാത്ത മൂലം, അല്ലെങ്കിൽ അവർ അന്യ ദൈവങ്ങളിലേക്ക് കടന്നുപോയത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ അവരുടെ ഒന്നാമത്തെ കൽപ്പനയാണ് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുന്നുള്ളത്. എന്നാൽ അതേസമയം രാജാക്കന്മാർ എന്താണ് ചെയ്തത്? അവർ അന്യ ദൈവങ്ങളെ സേവിച്ചെന്ന് മാത്രമല്ല, അതിനേക്കാൾ വളരെ കഷ്ടം, വളരെ ദോഷകരമായ കാര്യങ്ങൾ അവർ ചെയ്തു. ഒരു പക്ഷെങ്കിൽ നമുക്കത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് പോലും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലുള്ള ദോഷങ്ങൾ അവർക്കുണ്ടായി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ മക്കളെ ബെന്യാമീൻ താഴ്വരയിൽ കൊണ്ടുപോയി അഗ്നിപ്രവേശനം ചെയ്യിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ആക്ച്വലി ദൈവത്തിന് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്നൊരു കാര്യം ദൈവം വളരെ വ്യക്തമായിട്ട് തൻ്റെ പ്രവാചകന്മാരിൽ കൂടി അവരോട് അരുളി ചെയ്യുന്നുണ്ട്. യിരെമ്യാ പ്രവാചകനിൽ കൂടി നമ്മുടെ പ്രവാസകാല പ്രവാചകന്മാർ വളരെ അതേക്കുറിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ കർത്താവിലേക്ക് മടങ്ങി വരാം, കർത്താവിലേക്ക് മടങ്ങി വരാം, കർത്താവിലേക്ക് മടങ്ങി വരാം എന്ന് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അവരോട് പറഞ്ഞു. പക്ഷെ അവര് മടങ്ങി വന്നില്ല. മാത്രമല്ല അവർ പിന്നെ പിന്നെ ദൈവത്തെ കോപിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ഈ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ നോക്കണമെങ്കിൽ ദാനിയേലിന്റെ 11-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാം. എനിക്ക് സജിസോനെ ഒന്ന് വായിച്ചു ഒന്ന് സഹായിച്ചു നല്ലതായിരിക്കും. ദാനിയേൽ 11-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ മാത്രം. യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശിനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ഡാര ഗൃഹത്തിൽ വച്ചു. അതുകൊണ്ട് അതിന് വലിയ വിശദീകരണം ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ അറിയാം. കാര്യം ഈ ബാബേൽ രാജാവ് 3 പ്രാവശ്യം വന്ന് അവരെ അറ്റാക്ക് ചെയ്തു എന്ന കാര്യം നമുക്ക് ചരിത്രത്തിൽ നിന്നും ദൈവത്തിന്റെ ഭാഗത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് 1-ാമത്തെ അറ്റാക്കിനെ കുറിച്ച്, 1-ാമത്തെ ആക്രമണത്തെ കുറിച്ചാണ് വായിക്കുന്നത്. അതായത് BC 605-ലോ 606-ലോ ആയിരിക്കും നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വേദപണ്ഡിതന്മാർ അതേക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ ആക്രമണത്തിന്റെ സമയത്ത് നടന്ന കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അത് താഴോട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ കഴിയും. അനേകരെ അവർ പിടിച്ചുകൊണ്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഇതിനു മുമ്പ് തന്നെ വടക്കേ രാജ്യം അശൂർ വന്ന് പിടിച്ചുകൊണ്ടുപോയി. അവരുടെ കാര്യം പിന്നെ എന്തായെന്ന് പോലും അറിയത്തില്ല. കാര്യം അശൂർ ദൈവത്തെ വിട്ട് ഇവരെക്കാൾ വളരെ മോശമായ രീതിയിൽ അശൂരിലെ വടക്കേ രാജ്യം, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ദൈവത്തെ വിട്ട് വളരെ നേരത്തെ തന്നെ ദൈവത്തെ കോപിപ്പിച്ച് ദൈവത്തോട് പാപം ചെയ്ത പോലെ അവരെ നേരത്തെ തന്നെ അസീറിയൻസിനെ ദൈവം അവർ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ ഭാവി എന്തായെന്ന് പോലും പിന്നെ നമുക്ക് വേണ്ട തരത്തിലുള്ള ചരിത്രത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമല്ല. എന്നാൽ യഹൂദ, അതായത് തെക്കേ രാജ്യത്തെ ദൈവത്തിന്റെ കാര്യപരിപാടി പ്രകാരം ദൈവം പ്രത്യേകിച്ച് അവർ ഡീൽ ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇന്നും ആ കാര്യപരിപാടി ഇന്ന് നിവർത്തിക്കപ്പെടുന്നതായിട്ട് നമുക്ക് ദൈവത്തിന് വചനം വായിക്കുമ്പോഴും നമ്മുടെ ലോക സംഭവങ്ങൾ ചിന്തിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ദൈവം യഹൂദയുടെ പാപത്തെ കഠിനമായി ശിക്ഷിക്കുന്ന ദൈവമാണെന്നൊരു കാര്യം നമ്മളെ ദൈവത്തിന് വചനം പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയും. 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിൽ ഹ്രസ്വമായിട്ട് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സമയക്കുറവ് നമുക്ക് അതിലേക്ക് കടക്കണ്ട. അതുപോലെ യിരെമ്യാവിന്റെ പുസ്തകത്തിലെ 25-ാം അധ്യായത്തിൽ 36-ാം അധ്യായത്തിൽ യിരെമ്യാ പ്രവചനം ഓവറോൾ അതിന്റെ ഒരു വ്യക്തമായ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അതായത് അതിന്റെ പശ്ചാത്തലം, അല്ലെ ഇസ്രായേലിനെ ദൈവം ശിക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിച്ചതിന്, അല്ലെ യഹൂദയെ ദൈവം ശിക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിച്ചതിന് കാരണം ഡെഫിനറ്റ്ലി അവരുടെ പാപമായിരുന്നു. അല്ല ദൈവത്തിന്റെ എന്തെങ്കിലും അവരുടെ ശിക്ഷ കൊണ്ടല്ല. ദൈവം അവരെ ബാലശിക്ഷ അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ച് കഠിനമായി ശിക്ഷിച്ച് അവരെ മടക്കി വരുത്താൻ ദൈവം ആഗ്രഹിച്ചു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ദൈവത്തിന്റെ കാര്യപരിപാടി എന്താണ്? അവരെ ശിക്ഷിച്ച് കഠിനമായി ശിക്ഷിച്ച് അവരെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല. നമ്മൾ എല്ലാ കാലത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ദൈവത്തിന്റെ ബാലശിക്ഷയ്ക്ക് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അല്ല ദൈവം വെറുതെ ശിക്ഷിച്ച് അവരെ ഇല്ലായ്മ ചെയ്യുകയല്ല ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. നമ്മള് യിരെമ്യാ പ്രവചനത്തിൽ 5-ാം അധ്യായത്തിൽ അതേ കുറിച്ച് വായിക്കുന്നുണ്ട്. അതായത് അവരെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാൻ നിൽക്കണം. എന്നാൽ അവരെ ദൈവം ശിക്ഷിക്കുമ്പോഴും ഒരു ശേഷിപ്പ് എല്ലാ കാലത്തും അവർ വെച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്രായേലിനെ പോലെ ശേഷിപ്പ് ഉണ്ടായിട്ടുള്ള ഒരു രാജ്യവും ഇല്ല എന്നൊരു കാര്യം കാണുവാൻ കഴിയും. നമുക്ക് ദൈവത്തിന് മാത്രം ലോക ചരിത്രത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അനേക രാജ്യങ്ങള് ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് എവിടെ പോയെന്ന് പോലും അറിയത്തില്ല. കാരണം അവരൊക്കെ ഇല്ലാതായിപ്പോയി. അവരൊക്കെ എന്നേക്കും നശിച്ചുപോയി. അവരൊരിക്കലും മടങ്ങി വരാൻ സാധിക്കാത്ത നിലയിൽ
നശിച്ചു പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കാര്യപരിപാടി, ഇസ്രായേലിനെ കുറിച്ചുള്ള കാര്യപരിപാടി, അല്ലെ യഹൂദയെ കുറിച്ചുള്ള കാര്യപരിപാടി അവരെ മടക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അവരൊരിക്കലും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ല. അതായത് ദൈവം അവരെ ആ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ദൈവം അവരെ ഈ ശിക്ഷയിൽ കൂടി കടത്തിവിട്ടതെന്ന് കാണുവാൻ കഴിയും. നമുക്ക് ദിനവൃത്താന്ത പുസ്തകത്തിൽ ഒരു വാക്യം മാത്രം നമുക്ക് വായിക്കാം. അതിന്റെ 2 ദിനവൃത്താന്ത 36 അധ്യായത്തിലെ 21-ാമത്തെ രാജാവ് ചുരുൾ എടുത്തുകൊണ്ട് വരുവാൻ യഹൂദിയെ അയച്ചു. അവൻ രായസക്കാരനായ എലീശാമായുടെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്നു. യഹൂദി 21-ാമത്തെ ഇരമ്യാവ് 34 അല്ലേ നിങ്ങളെ? 2 ദിനവൃത്താന്ത 36-21. നിങ്ങൾ യഹോവയോടും കൽപ്പിച്ചെന്താൽ, നിങ്ങൾ ചെന്ന് കണ്ടുകിട്ടിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കുറിച്ച് എനിക്കും ഇസ്രായേലിലും യഹൂദായിലും ശേഷിച്ചിരിക്കുന്നവർക്കും വേണ്ടി യഹോവയോട് അരുളപ്പാട് ചോദിപ്പിൻ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടക്കത്തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ. 2 ദിനവൃത്താന്ത 36-21. 36 അല്ലേ? 36-21. ഇരമ്യ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശബത്തുക്കളെ അനുഭവിച്ച് കഴിയുവോളം തന്നെ 70 സംവത്സരം തികയോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു. മൈക്ക് ഓഫ് ആണെങ്കിലെ മൈക്ക് ഓഫായി. ആ വാക്യത്തിന്റെ നേരത്തെ ഞാൻ പറയുകയുണ്ടായി, യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ട ദേശം അതിന് ശബത്തുകളെ അനുഭവിച്ച് കഴിയോളം 70 സംവത്സരം അവരെ പ്രവാസത്തിലേക്ക് വിട്ടു നമുക്ക് കാണുന്നുണ്ട്. ഇതേക്കുറിച്ച് നമ്മളെ യിരെമ്യാ പ്രവാചകൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ അതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളിൽ താഴെ കാണുന്നുണ്ട്. ഈ 36-ാം അധ്യായത്തിൽ വളരെ ഹ്രസ്വമായിട്ട്, അതായത് യഹൂദ രാജാക്കന്മാരെ യഹോവാഹാസ്, യഹോയാക്കീൻ, സിദക്കിയാവ് 4 രാജാക്കന്മാരുടെ വാഴ്ചയെക്കുറിച്ച് അവിടെ ആ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ആ വാഴ്ചയിൽ അവർക്കുണ്ടായ ആ പാപത്തിന്റെ ശിക്ഷ ദൈവം അവരെ ശിക്ഷിക്കുന്നതായിട്ട് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയും. മാത്രമല്ല അതിന്റെ ഡീറ്റെയിൽസ് നേരത്തെ ഓർപ്പിച്ച പോലെ യിരെമ്യാ പ്രവാചകൻ ജനറലി കാണുവാൻ സാധിക്കും. 25-36 അധ്യായങ്ങളിൽ കൂടുതലായിട്ട് കാണുവാൻ കഴിയും. യഹൂദയുടെ പാപത്തെ ദൈവം കഠിനമായിട്ട് ശിക്ഷിക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ദൈവം അവരെ ശിക്ഷിച്ചെന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. എന്ത് കാര്യങ്ങൾ ദൈവം ചെയ്താലും ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുള്ളതായി നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം പഠിക്കുന്ന സമയത്ത് നമുക്കതിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇയ്യോബിന്റെ പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. ഇയ്യോബ് ദൈവം പിശാചിന്റെ ആ വാക്ക് കേട്ട് ഇയ്യോബിനെ കഷ്ടത്തിൽ കടത്തിവിട്ടെന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്നുണ്ട്. എന്നാൽ നമ്മൾ അതിന്റെ 42-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ദൈവത്തിന് വേറൊരു കാര്യപരിപാടി ഉണ്ടായിരുന്നു. ഇയ്യോബിനെ തീർച്ചയായിട്ടും കഷ്ടത്തിലേക്ക് പോകാനുള്ള ഒരു കാരണം തീർച്ചയായിട്ടും പിശാച് വന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിന് അവനെ ആ പരീക്ഷയിൽ കൂടി കടത്തിവിടാതിരിക്കാൻ സാധിക്കുമായിരുന്നല്ലോ, തീർച്ചയായിട്ടും സാധിക്കുമായിരുന്നു. എന്നാൽ ഇയ്യോബിനൊക്കെ നമ്മൾ വായിക്കുമ്പോഴേ ഇയ്യോബിനെ തോന്നലുണ്ടായിരുന്നു, ഞാൻ വളരെ ഭക്തനായ മനുഷ്യനാണ്, അത് ദൈവത്തിനും അറിയാം, ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നുണ്ട്, എൻ്റെ മക്കളെ സൂക്ഷിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇയ്യോബ് ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവത്തോട് ഇയ്യോബ് കുറെ കാര്യങ്ങൾ ചോദിക്കും. ദൈവം അതിനൊന്നും മറുപടി പറയുന്നു. ദൈവം അതിൻ്റെ ഒരു 75 ചോദ്യങ്ങൾ മറുപടിയായിട്ട് ഇയ്യോബിനോട് ചോദിക്കുകയാണ്. ഇയ്യോബ് മറുപടി ദൈവത്തിന്റെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഇയ്യോബിനൊന്നും പറയാൻ സാധിച്ചില്ല. ആ ചോദ്യങ്ങളുടെ പഠനം ഒരു വലിയ പഠനമാണ്, നമുക്കറിയാം. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ഇയ്യോബിനൊരു കാര്യം മനസ്സിലായി, അയ്യോ ഞാൻ ഒന്നുമില്ലാത്തവനാണല്ലോ, ഞാൻ
പൊടിയിലും ചാരത്തിലും കിടക്കുന്നു. ഞാനതുകൊണ്ട് ഈ നിലയിൽ ആകാൻ കാരണം എൻ്റെ തന്നെ പാപമാണ്, അല്ലെ എൻ്റെ തന്നെ കുറവാണെന്ന കാര്യം യോബിന് മനസ്സിലാക്കാൻ തക്കണം ഇടയായിട്ടുണ്ട്. അതിന് കാരണം അതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യപരിപാടി യോബിൽ കൂടി നിവർത്തിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വേറെ കാര്യം കാണുന്നുണ്ട്. അവിടെ നമ്മൾക്കറിയാം ഒരു മുന്തിരിവള്ളിയെ കുറിച്ച് കൊമ്പുകളെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പൊ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അധികം ഫലം കായ്ക്കണതിന് കൊമ്പുകൾ ചെത്തി വെടിപ്പാക്കുന്നത്. അതായത് പ്രൂണിങ്, അതായത് ദൈവത്തിന്റെ ആ ഒരു കാര്യപരിപാടിയാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. അതായത് കൊമ്പുകളെ ചെത്തിയാക്കി ഒരുപക്ഷെ ആ മുന്തിരിവള്ളിക്ക് വളരെ വേദനാജനകമായ കാര്യമായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ കാര്യപരിപാടിയുണ്ട്. നമുക്ക് കഷ്ടത്തിൽ കൂടെ കടത്തിവിടുമ്പോഴേ ദൈവത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ ഫലം കായ്ക്കുക, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. ആ നിലയിലാണ് ഇസ്രായേലിനെ പലപ്പോഴും ദൈവം വിട്ടത് കാണുവാൻ കഴിയും. നമ്മൾ ദാനിയേലിന്റെ ചിത്രത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദാനിയേല് ബാബേലിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ദാനിയേൽ മാത്രമല്ല അനേക യവനക്കാരെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി എന്ന് കാണുവാൻ കഴിയും. ദാനിയേലിന്റെ കൂടെ 3 പേരുടെ പേര് നമുക്ക് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അപ്പൊ ആ നിലയിൽ ദൈവം അവരെ കൊണ്ടുപോകുന്ന സമയത്ത്, ബാബേൽ രാജാവരെ കൊണ്ടുപോകുന്ന സമയത്ത് ദൈവത്തിന്റെ കാര്യപരിപാടി അനുസരിച്ചാണ് അവർ പോയത് കാര്യം അറിയാൻ സാധിക്കും. കാരണം പിന്നീട് ഭാവി കാര്യങ്ങൾ നമുക്ക് പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ ദൈവത്തിന് വേണ്ടിയാണ് അവർ പോയെന്ന് കാണുവാൻ കഴിയും. ദൈവം അനുവദിച്ചുകൊണ്ടാണ് പോയത് കാണുവാൻ കഴിയും. ദാനിയേല് ആ വ്യത്യസ്തമായ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ, വ്യത്യസ്തമായ സംസ്കാരത്തിലേക്ക് പോകുമ്പോഴേ ദാനിയേലിനുണ്ടായ വ്യത്യാസങ്ങൾ, പല വാക്യങ്ങൾ വായിക്കാൻ സമയമില്ല. എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ദാനിയേലിന്റെ ഭാഷയിൽ, അത് നമുക്ക് പറയുന്ന കൽദയ ഭാഷ അഭ്യസിപ്പിക്കുവാൻ വേണ്ടി അവരെ ബാലന്മാരോട് അഭ്യസിപ്പിക്കാൻ വേണ്ടി രാജാവ് കൽപ്പിക്കുന്നതാണ് നമുക്ക് കാണുന്നുണ്ട്. മാത്രമല്ല, അതുകൂടാതെ നമ്മൾ കാണുന്നത് കൽദയ ഭാഷ മാത്രമല്ല, അവിടെയുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും ഇവർ പൊരുത്തപ്പെട്ട് പോകേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് പാർപ്പിടത്തിൽ വ്യത്യസ്തത വരുന്നു. ഒന്നാമത് ഭാഷയിൽ വ്യത്യസ്തത വരുന്നു, രണ്ടാമത് പാർപ്പിടത്തിൽ വ്യത്യസ്തത വരുന്നു. നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് എല്ലാ കാലത്തും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്രായേൽ നല്ലൊരു ശതമാനം ആൾക്കാരും പഴയ കാലത്ത് അവർ കൂടാരങ്ങളിലാണ് പാർത്തിരുന്നത്. ഇതേക്കുറിച്ച് നമ്മൾ യിരെമ്യാ പ്രവചനം നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് അതേക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. 35-ാം അധ്യായത്തില് രേഖാബി കുടുംബക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ രേഖാബി കുടുംബക്കാർ പറയുന്നത്, ഞങ്ങളുടെ പിതാവായ രേഖാബ് പറഞ്ഞ അത് ഞങ്ങൾ അതുപോലെ അനുസരിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു കാര്യം നമ്മൾ കാണുന്നത്, വീടുകൾ പണിത് താമസിക്കരുത്. അതായത് വീടുകൾ പണിത് താമസിക്കണം പറഞ്ഞാൽ തീർച്ചയായിട്ടും ടെന്റുകളിലായിരുന്നു താമസിക്കുന്നത്. അതായത് നല്ല ശതമാനം ഭക്തരായ മനുഷ്യരെ അവർ ടെന്റുകളിൽ താമസിച്ചിരുന്നു, അല്ലെങ്കിൽ കൂടാരങ്ങളിൽ താമസിച്ചു. അതിന് കാരണം എന്താണ്? നമ്മൾ എബ്രാഹിം ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവർക്കൊരു വലിയൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. അബ്രഹാം മുതൽ താഴോട്ട് വരുന്നതിന് അവരുടെ പ്രത്യാശ എന്താണ്? ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. അവരുടെ കാത്തിരിപ്പ് ഈ ഭൂമിയിലെ പെർമനന്റ് ആയിട്ടുള്ള വീടുകളല്ലായിരുന്നു. അവരുടെ കാത്തിരിപ്പ് ദൈവശില്പിയായിട്ടുള്ള നിർമ്മിച്ചുള്ള ആ ഒരു നഗരത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് അവര് പാർപ്പിടം പലപ്പോഴും അവരുടെ കൂടാരങ്ങളിലായിരുന്നു കാണുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും കൊട്ടാരത്താണ് പാർക്കുന്നത്. വ്യത്യസ്തമായ സാഹചര്യത്തിലേക്ക് വന്നു. മാത്രമല്ല, നമുക്കറിയാം അവര് കൽദയുടെ വേഷവും അതുപോലെ ഇസ്രായേലിന്റെ വേഷവും വ്യത്യാസമാണ്. വ്യത്യസ്തമായ വസ്ത്രധാരണത്തിലേക്ക് അവർ വന്ന് കാണുവാൻ കഴിയും. അതുപോലെ ഏറ്റവും അവരെ പ്രയാസപ്പെടുത്തിയൊരു കാര്യം ഭക്ഷണത്തിലുള്ള വ്യത്യസ്തതയായിരുന്നു. നമുക്കറിയാം, അതേക്കുറിച്ച് നമ്മൾ സമയം കിട്ടിയാൽ ചുരുക്കമായിട്ട് നമുക്ക് ചിന്തിക്കാം. അതുകൂടാതെ ആരാധനയുള്ള വ്യത്യസ്തത നമുക്കറിയാം. പഴയ കാലത്തൊക്കെയും രാജാക്കന്മാരുടെ കാലത്ത് പലപ്പോഴും ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണുന്നത്, രാജാവാണ് ദൈവം, രാജാവിനെയാണ് നമസ്കരിക്കേണ്ടത്, രാജാവിനെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ള കാര്യം, ആ രീതിയിലുള്ള ചിന്താഗതി അവർക്കുണ്ടായിരുന്നു. റോമാ സാമ്രാജ്യത്തിൽ വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. കൈസരെ ആരാധിക്കണം, കൈസരാണ് ദൈവം എന്നൊക്കെ പഠിപ്പിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ നിലയിലുള്ള ഒരു വ്യത്യസ്ത ആരാധനയിലും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ നിലയിലും കംപ്ലീറ്റ് ആയിട്ടും വ്യത്യസ്തമായ സാഹചര്യത്തിലേക്ക് അവർ വരുവാന്നൊക്കെ ഇടയായിത്തീരുന്നു. ആ വ്യത്യാസത്തിൽ വരുമ്പോഴേ അവരുടെ ജീവിതത്തിലുണ്ടായ വ്യത്യാസം തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടൊരു വ്യത്യാസമാണ് ഉണ്ടായത്. അപ്പോൾ അവർക്ക് ആ ദൈവത്തിനെ ആരാധിക്കുന്ന ആ വ്യത്യസ്തത തികച്ചും വ്യത്യസ്തത ഉണ്ടായിരുന്നു. ആ നിലയിൽ അവർക്ക് വളരെ അവരെ സ്വാധീനിച്ചിരുന്നതാണ് കാണുവാൻ കഴിയും. അപ്പോൾ ആ നിലയിൽ രാജാവ് പ്രത്യേക തിരഞ്ഞെടുപ്പാണ് നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 2 തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് നമുക്ക് ദൈവത്തിന് അതിൽ കാണുവാൻ കഴിയും. ഇവിടെ നമ്മള് ദാനിയേലിന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തിൽ 3-4 വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ. അവിടെ രാജാവിന്റെ തിരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നുണ്ട്. രാജാവ് എന്താണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ 3-4 വാക്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ രാജാവ് തിരഞ്ഞെടുക്കുന്ന രാജസന്തതിയിലുള്ളവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് നല്ല കുലീനന്മാരായിട്ടുള്ള ബാലന്മാരെയാണ് രാജാവിന് ആവശ്യമുള്ളത്. അതായത് അവിടെ മറ്റെന്തെങ്കിലും താഴ്ന്ന ജാതിക്കാരെയോ അല്ലെ താഴ്ന്ന ആൾക്കാരെയോ മറ്റുള്ള ആൾക്കാരെയോ ഒന്നും രാജാവിന് വേണ്ട. നല്ല കുടുംബത്തിൽ പിറന്നവരെയാണ് രാജാവിന് ആവശ്യമുള്ളത്. മാത്രമല്ല, നമ്മൾ അതിനടുത്ത് കാണുന്നുണ്ട്, അവർക്ക് അംഗഭംഗമില്ലാത്തവരായിരിക്കണം. നമ്മൾ പഴയ നിയമകാലത്ത്
നമ്മൾ ദാവീദിന്റെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ കാണുവാൻ കഴിയും അംഗഭംഗമില്ലാത്തവരെ പ്രത്യേകിച്ച് തിരഞ്ഞെടുത്തിരുന്നു. അത് രാജാക്കന്മാരുടെ പ്രത്യേകതയായിരുന്നു. അംഗഭംഗമില്ലാത്തവരെ പ്രത്യേകിച്ച് ആ രാജകൊട്ടാരത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ നിയോഗിച്ചിരുന്ന് കാണുവാൻ കഴിയും. പിന്നെ നമ്മൾ കാണുന്നത് സുന്ദരന്മാരായവരെ കാണുന്നുണ്ട്. അങ്ങനെ പല ക്വാളിറ്റീസ് നമുക്ക് അവിടെ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ഈ രാജാവിന്റെ തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് വരുന്ന 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അതിന്റെ 26, 29, 26 മുതൽ 29 വരെ വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്നാം അധ്യായം 26 മുതൽ 29 വരെ വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലഹീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായത് ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. അങ്കിൾ മൈക്ക് ഓഫായി. അങ്കിളിന്റെ മനസ്സിലായി. അതായത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് തികച്ചും വ്യത്യസ്തമാണ്. പഴയ നിയമത്തിൽ ബാബേൽ രാജാവിന്റെ തെരഞ്ഞെടുപ്പല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് കുലഹീനമായത്, നികൃഷ്ടമായത്, ഏതുമില്ലാത്തത്, ലോകജ്ഞാനമില്ലാത്തവര്, പോഷന്മാര്, പഠിപ്പില്ലാത്തവര്, ബലഹീനര്. ദൈവം ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോഴേ അതിന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന് ഏറ്റവും കഴിവ് കുറവുള്ളവരെ കൊണ്ട് വൻകാര്യങ്ങളെ ചെയ്യാൻ സാധിക്കും. ദൈവത്തിന്റെ നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരെ നോക്കുക. അവരെന്തായിരുന്നു? കേവലം മുക്കുവരായവരെ, കാര്യമായിട്ട് പഠിപ്പില്ലാത്തവരെ. രാജാക്കന്മാരെ തന്നെ പറയുന്നുണ്ട്, ഈ പഠിപ്പില്ലാത്തവരെ, ഈ കഴിവില്ലാത്തവരെ ഈ ദൈവത്തിന് വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് എങ്ങനെയാണ് എന്ന് അവർക്ക് തന്നെ അത്ഭുതം തോന്നി. അതായത് ദൈവത്തിന്റെ കാര്യപരിപാടി ഏറ്റവും ബലഹീനമായി തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. ആ നിലയിലാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നത്. എന്നാൽ രാജാക്കന്മാരുടെ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണ്. അവർക്ക് ഈ ലോകത്തിലെ ഏറ്റവും ക്രീമി ലെയറിനെ മാത്രം മതി. അവർക്ക് പാവപ്പെട്ടവരെ വേണ്ട, കഴിവില്ലാത്തവരെ വേണ്ട, അംഗഭംഗമില്ലാത്തവരെ വേണ്ട. എന്നാൽ ദൈവത്തിന് ഏത് നിലയിലുള്ളവരാണെങ്കിലും ദൈവത്തിന് തൻ്റെ ശുശ്രൂഷ ചെയ്യിക്കാൻ സാധിക്കും എന്നുള്ളത് കാണുവാൻ കഴിയും. നമുക്ക് ഈ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അനേകരെ ആ നിലയിൽ അംഗഭംഗമുള്ളവരെ കർത്താവിനോട് പ്രയോജനപ്പെടുന്ന കാണാൻ കഴിയും. പല ഉദാഹരണങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ കർത്താവിന് പ്രയോജനപ്പെടണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മളെ താഴ്ത്തി സമർപ്പിക്കുക മാത്രമാണ്. ദൈവം തിരഞ്ഞെടുക്കുമ്പോഴേ നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ കർത്താവിന്റെ കയ്യിൽ പ്രയോജനപ്പെടണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ താഴ്ത്തി പരമേൽപ്പിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പൊ ദൈവത്തിന്റെ കാര്യപരിപാടിയാണ്. അതുപോലെ നമുക്കറിയാം, അവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു, അവരെ 3 വർഷം ട്രെയിൻ ചെയ്യുന്നു. 3 വർഷം ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ദൈവം രാജാവിന് ട്രെയിൻ ചെയ്യാൻ വേണ്ടി അവരെ ഏൽപ്പിക്കുമ്പോൾ അവരെ കുറിച്ച് പ്രത്യേക കാര്യപരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ 1-ാമത്തെ അധ്യായത്തില് അവിടെ നമ്മളതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പല കാര്യങ്ങൾ കാണുന്നത്. അതിലേക്ക് വായിക്കാൻ സമയമില്ല, അതിലേക്ക് കിടക്കണ്ട. നമുക്ക് അവിടെ ആ കാര്യം ചെയ്യുന്ന സമയത്ത് അവരെ കൊണ്ട് ഒന്നാമത് അവർ ചെയ്യുന്ന കാര്യം പേര് മാറ്റി. നമുക്ക് ദാനിയേലിന്റെ പേര്, ഹനന്യാവിന്റെ പേര്, മിശായേലിന്റെ പേര്, അസര്യാവിന്റെ പേര്, 4 പേരുടെയും പേര് മാറ്റുന്നവരെ കാണുന്നുണ്ട്. നമ്മളെ യഹൂദന്മാരുടെ പേരുകളൊക്കെ അവർ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ്. നമ്മളെ നോക്കുമ്പോൾ ദാനിയേലിന്റെ പേര് നോക്കുമ്പോൾ യേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ്. അതായത് യഹോവ അല്ലെങ്കിൽ എന്നുള്ള പേര് ഹനന്യാവിലും അതുപോലെ അസര്യാവിലും വരുന്നുണ്ട്. അതിൽ യേൽ എന്നുള്ള പേര് ദാനിയേലിലും മിശായേലും വരുന്നുണ്ട്. അത് ദൈവത്തിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ്. ദൈവം ദാനിയേൽ, അതിന് മീനിങ് ഞാനവിടെ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. ദൈവം ദാനിയേലിന്റെ പേരിന്റെ അർത്ഥം ദൈവം ന്യായാധിപതി എന്നായിരുന്നു. ഹനന്യാവിന്റെ പേര് ദൈവം കരുണയുള്ളവൻ എന്നായിരുന്നു. മിശായേലിന്റെ പേര് ദൈവത്തെ പോലെ ആരുള്ള എന്നുള്ളതാണ്. അസര്യാവിന്റെ പേര് യഹോവയുടെ സഹായമുള്ളവൻ എന്നായിരുന്നു. എന്നാൽ ഈ 4 പേരുടെയും പേര് മാറ്റി ബാബേലിലെ പേരുകളാക്കുന്നു. ദാനിയേലിന് ബെൽഷസ്സർ എന്ന് പേരെടുത്തു,
അതിൻ്റെ അർത്ഥം എന്താ? അവരുടെ ദൈവത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് 4 പേരുകൾ കൊടുക്കുന്നു. അവൻ്റെ ജീവൻ ബേൽ രക്ഷിക്കട്ടെ, അതുപോലെ ശത്രുക്കൾ അക്കുവിൻ്റെ കൽപ്പന. അതായത് ബാബേലിലെ ദൈവങ്ങളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടാക്കി അവരുടെ പേര് മാറ്റുന്നു. പക്ഷെങ്കിൽ ആ പേരുമാറ്റം കൊണ്ട് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അവരെ പേര് വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കാമെന്നല്ലാതെ ആ പേരുമാറ്റം കൊണ്ട് യാതൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്ന് കാണുവാൻ കഴിയും. പേരുമാറ്റം അവരുടെ ലോകത്തിന് അവരുടെ പേര് മാറ്റി, പക്ഷെ അവരുടെ സ്വഭാവത്തിന് മാറ്റം വന്നില്ല, അവരുടെ ചിന്താഗതിക്ക് മാറ്റം വന്നില്ല, അവരുടെ ആരാധനയ്ക്ക് മാറ്റം വന്നില്ല. അവരെ ആരാധിക്കുകയും അവരെ സേവിക്കുമ്പോൾ ദൈവം അവരുടെ പഴയ ദൈവം, കർത്താവായ ദൈവം, യഹോവയായ ദൈവം തന്നെയായിരുന്നു. അതുകൊണ്ട് അവരുടെ ആ കാര്യപരിപാടി ആ നിലയിൽ ഒന്നും മാറ്റം വന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മളെ കർത്താവിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, എന്നാൽ ദൈവം നമ്മൾ പേര് മാറ്റുമ്പോഴേ ഒരുവൻ പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു. സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് മാത്രമാണ് മാറ്റുന്നത്. നമുക്കറിയാം പേര് മാറും, അത് വേറൊരു കാര്യം. എന്നാലും അവൻ്റെ പേര് മാത്രമല്ല മാറുന്നത്, അവൻ്റെ സ്വഭാവത്തിന് സമൂല പരിവർത്തനം വരുന്നതായിട്ട് കാണുവാൻ കഴിയും. നമുക്കറിയാം ഒരു മെറ്റമോർഫോസിനെ പറ്റി കണ്ടാണ്. ഞങ്ങൾ ഒരിക്കലും ഒരു ബട്ടർഫ്ലൈ പാർക്കിൽ പോവുകയുണ്ടായി. ബട്ടർഫ്ലൈ പാർക്കിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ബട്ടർഫ്ലൈ മുട്ടയിടുന്നത് പോലെ ബട്ടർഫ്ലൈ ആയി വരുന്നവരേക്കുള്ള എല്ലാം ലൈവായിട്ട് കാണുവാൻ സാധിക്കും. ജീവിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ കാണുവാൻ കഴിയും. ആ മുട്ടയിടുന്നതിൻ്റെ മുട്ടയൊക്കെ നമുക്ക് ചെറിയ മുട്ടയാണ് കാണുന്നത്. അന്നേരം അതിനുണ്ടാകുന്ന പുഴുവിനെ കഴിഞ്ഞ് അതിനെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുന്നില്ല. പുഴുവിനെ കഴിഞ്ഞ് നമുക്ക് കാണാൻ തോന്നുന്നില്ല. അന്നേരം അത് പുഴു വളർന്നു വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അത് പ്യൂപ്പ മാറി അത് ബട്ടർഫ്ലൈ ആയി വരുമ്പോഴത്തേക്കും ഒരു മനോഹര രൂപിയായിട്ട് മാറുന്നു. ആദ്യം അതിൻ്റെ രൂപത്തിന് ഭംഗി ഉണ്ടായിരുന്നില്ല. കാരണം മനുഷ്യൻ പഴയ കാലത്ത് അവൻ ക്രിസ്തുവിലാകുന്നവരേക്ക് അവൻ്റെ രൂപത്തിന് ഭംഗിയില്ല, അവൻ്റെ ഭാവത്തിന് ഭംഗിയില്ല. എന്നാൽ അവന് കർത്താവിലേക്ക് വന്നു കഴിയുമ്പം അവന് പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു. അതായത് പഴയ പേര് പിശാച് എന്ന പിതാവിൻ്റെ മക്കളെന്നായിരുന്നു. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ. അതായത് നമ്മുടെ പേര് പിശാച് എന്ന പിതാവിൻ്റെ മക്കളായിരുന്നു നമ്മുടെ പേര്. നമ്മുടെ പേരതായിരുന്നു. നമ്മുടെ മക്കൾക്ക് ഒരിക്കലും നമ്മളെ പേരിടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലേ നമ്മളറിയാം, നമ്മുടെ ആദ്യ പിതാവായ ആദാമിൻ്റെയും ഹവ്വയുടെയും പാപം മൂലം നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിരുന്ന നമ്മളെ പിശാച് എന്ന പിതാവിൻ്റെ മക്കളായി മാറി. നമ്മളെ ഈ ലൂക്കോസ് സുവിശേഷത്തിലെ കർത്താവിന്റെ ജീനിയോളജി വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ അവസാനം പറഞ്ഞു വെക്കുന്ന ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞാൽ നിർത്തുന്നത്. ആദാം ദൈവത്തിന്റെ മകനായിരുന്നു, എന്നാൽ പാപം ചെയ്തപ്പോൾ അവന് പിതൃത്വം നഷ്ടപ്പെട്ടു പോയി. അവൻ പിശാച് എന്ന പിതാവിന്റെ മകനായി മാറി. അതുമൂലം അവന്റെ സന്തതി പരമ്പരയിൽ ജനിച്ച് നമ്മളൊക്കെയും ആ പിശാച് എന്ന പിതാവിന്റെ മക്കളായി മാറി. അതുകൊണ്ട് ദൈവത്തിന്റെ ആ ഒരു കാര്യപരിപാടി എന്തായിരുന്നു? നമ്മുടെ ആ പേര് മാറ്റുക എന്നുള്ളത്. ദൈവം എന്ത് ചെയ്തു? അതിനുവേണ്ടിയാണ് കാൽവരി കർത്താവ് യേശു ക്രിസ്തുവിനെ യാഗമായി അർപ്പിച്ച് നമ്മളെ പേര് മാറ്റാൻ തക്ക ഇടയായിട്ടില്ല. നമ്മൾ രണ്ട് വാക്യങ്ങളെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുമാനിക്കണം അവന് അധികാരം കൊടുത്തു എന്ന് കാണുന്നു. മാത്രമല്ല 1 യോഹന്നാൻ 3:1 നമ്മൾ ഇങ്ങനെ കാണുന്നു, കാണി നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നിർണ്ണയിക്കുന്നു. നമ്മളെ പിശാച് എന്ന പിതാവിന്റെ മക്കളായ നമ്മളെ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ നിൽക്കണം. ദൈവമക്കളെന്ന് ആ പിശാച് എന്ന പിതാവിന്റെ മക്കൾ നമ്മൾ വിളിച്ചിരുന്നു, നമ്മളെ ദൈവമക്കളെന്ന് വിളിക്കുവാൻ നിൽക്കണം. ദൈവം നമ്മളോട് കരുണ കാണിച്ചു. ദൈവം അത്രമേൽ നമ്മളോട് സ്നേഹം കാണിച്ചെന്ന് കാണുവാൻ കഴിയും. ആ സ്നേഹത്തിന്റെ പാരമ്യ നിമിത്തം നമ്മൾ ദൈവമക്കളായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ ആ കാര്യപരിപാടി ഏതായിരുന്നു? നമ്മളെ പഴയ പേരിലെല്ലാം നമ്മൾ അറിയപ്പെടുന്നത്. ഒരു ക്രിസ്തുവിലാകുമ്പോഴത്തേക്കും അവന് പുതിയ പേരായി മാറുന്നു. ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ നിലയിൽ ഈ സൃഷ്ടിയായി മാറി പുതിയ സൃഷ്ടിയായിട്ട് മാറിയിട്ടില്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വാസം മൂലം പുതിയ സൃഷ്ടിയായിട്ട് മാറുവാനുള്ള അവസരം എപ്പോഴും ഉണ്ട്. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ദാനിയേലിന്റെയും സ്നേഹിതരുടെയും പേര് മാറ്റുന്നതായിട്ട് കാണാൻ കഴിയും. അവരുടെ പേര് മാറ്റം അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ലെന്ന് കാണുവാൻ കഴിയും. കാരണം നമുക്കത് കാണുന്ന 1-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം നമ്മൾ കാണുന്നുണ്ട്. ദാനിയേലിന്റെയും സ്നേഹിതന്മാരെ ഒരു ഉറച്ച തീരുമാനം നമുക്ക് കാണും. എന്താണ് അവിടെ വായിക്കുന്നത്? 8-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അത് തനിക്ക് അശുദ്ധി എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ട് അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് തീരുമാനിച്ചു. അവർക്ക് അവിടെ ഏറ്റവും വില കൂടിയ ഭക്ഷണമായിരിക്കും ഒരിക്കൽ കിട്ടുന്നത്, ഒരു പക്ഷെങ്കിൽ കിട്ടുന്നത്. അവരൊരു പക്ഷെങ്കിൽ
അവർ ജീവിതത്തിൽ കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണമായിരിക്കും അവർക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷെങ്കിൽ ആ ഭക്ഷണം അവർക്ക് കഴിക്കുവാൻ നിൽക്കുന്ന ദൈവം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ദാനിയേലും സ്നേഹിതൻ തീരുമാനിക്കുന്ന കാരണം കൊണ്ട് എന്തേ വന്നാലും ശരി, ജീവിതത്തിൽ ഒരു പക്ഷേ അവർക്ക് ഇത് കഴിച്ചില്ല, ഒരുപക്ഷെ അവർക്ക് മരണമാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാലും അവർ തീരുമാനം എടുത്തു, യാതൊരു കാരണവശാലും ഈ ഭക്ഷണം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ഒരിക്കലും യാതൊരു കാരണവശാലും ദൈവത്തോട് പാപം ചെയ്യത്തില്ല എന്നുള്ള കാര്യം അവർ തീരുമാനിച്ചു. ആ തീരുമാനത്തെ ദൈവം അവരെ മാനിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്താണ് വായിക്കുന്നത്? അവർ നിശ്ചയിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ഷണ്ണാധിപനോട് അപേക്ഷിക്കുന്നവരെ കാണുന്നത്. അത് ആദ്യം ഷണ്ണാധിപൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ എൻ്റെ തലയ്ക്ക് കേടുവരുത്. നിങ്ങളുടെ തലയ്ക്ക് മാത്രമല്ല, രാജാവ് പറഞ്ഞിട്ട് ഇന്ന ഭക്ഷണം കൊടുത്ത് നിങ്ങളെ 3 വർഷത്തേക്ക് നോക്കണം. അതിനുശേഷം ഏതെങ്കിലും കാരണവശാൽ നിങ്ങളെ ക്ഷീണമുള്ള ബലഹീനരായി കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അവൻ്റെ തലയ്ക്ക് കേടുവരുത്തും. നമ്മളുടെ കാര്യം തീരുമാനിക്കുക. നമ്മൾ പലപ്പോഴും ഈ ദാനിയേലിനെ പോലെ, ഈ ശദ്രക്കിനെ പോലെ, അബേദ്നെഗോവിനെ പോലെ ഒരു പക്ഷേ നമ്മൾ വ്യത്യസ്തമായ സാഹചര്യത്തിലായിരിക്കും. നമ്മുടെ യുവാക്കൾക്കുള്ള ഒരു നല്ലൊരു പാഠമാണ്. അവരയക്കുന്ന ആ സാഹചര്യത്തിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ഹൃദയത്തിലൊരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ, നമ്മളെ തന്നെ അശുദ്ധിക്ക് ഇടവരുത്തരുതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ സാധിക്കും. ദൈവത്തിന്റെ ആ കൽപ്പന, ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾക്കൂടെ നിവർത്തിക്കുമ്പോഴേ ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനപ്പെടാൻ സാധിക്കത്തുള്ളൂ എന്ന് കാണുവാൻ സാധിക്കും. ഇനി ഒരു മറുവശം ചിന്തിച്ചു നോക്കുക. ദാനിയേലും സ്നേഹിതന്മാരും ഇനി രാജഭോജനം കൊണ്ട് കഴിക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കുമായിരുന്നു? നമുക്ക് ഈ ദാനിയേൽ എന്ന് പറയുന്ന പുസ്തകം ഒരു പക്ഷെങ്കിൽ ഉണ്ടാകില്ലായിരുന്നു കാണുവാൻ കഴിയും. അവരുടെ കൂടെ വന്ന ബാലന്മാരൊക്കെ ചെയ്തോ നമുക്കറിയത്തില്ല. പക്ഷെ ഈ 4 സ്നേഹിതന്മാരെ അവർ ചെയ്ത കാരണം കൊണ്ട് വലിയൊരു രൂപാന്തരം സംസ്ഥാനത്തിന്, ആ രാജ്യത്തിനുണ്ടായി എന്ന് നമുക്ക് പിൽക്കാലത്ത് കാണുവാൻ കഴിയും. കാരണം രാജാവിന് തന്നെ ഈ ഒരു ജീവിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കുവാൻ കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇത് നമുക്ക് ഇതിന് അനേക ഉദാഹരണങ്ങൾ കാണുവാൻ കഴിയും. നമ്മളെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തെ നമ്മൾ ഒരു വാക്യം വായിക്കുന്നത്, നിങ്ങളെ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലല്ലോ എന്നുള്ള ഒരു വാക്യം നമുക്ക് വായിക്കുന്നത്. നമ്മള് അതിന്റെ പശ്ചാത്തലം എബ്രായ ലേഖനം 11-ാം അധ്യായമാണ്. 11-ാം അധ്യായം നമുക്കൊരു വിശ്വാസികളുടെ ഒരു പട്ടിയെ നമുക്ക് കാണും, വിശ്വാസ വീരന്മാരുടെ പട്ടിയെ നമുക്ക് കാണുവാൻ കഴിയും. ഹോൾ ഓഫ് ഫെയ്ത്ത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ പട്ടികയ്ക്കകത്ത് നമ്മൾ നോക്കുമ്പോഴേ അവരെ അബ്രഹാം മുതൽ നമുക്ക് നോക്കാൻ, അവർ പലരും അവർ ജീവിതം ത്യാഗം ചെയ്തുകൊണ്ടാണ് വിശ്വാസത്തിൽ നിന്ന് കാണും കാര്യം. വിശ്വാസത്താൽ മോശ, വിശ്വാസത്താൽ ഹാബേൽ, വിശ്വാസത്താൽ, ഇങ്ങനെ റിപ്പീറ്റായിട്ട് നമ്മൾ കാണുന്നൊരു വാക്കുണ്ട്, വിശ്വാസത്താൽ കാണുവാൻ കഴിയും. അവരൊക്കെയും അനേകരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നു എന്ന് കാണുവാൻ കഴിയും. നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ രാഹാബിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. രാഹാബിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. അവളെ പട്ടണ മതിലിൽ താമസിക്കുന്ന ആളാണ്. അവൾ ചെയ്ത കുറ്റം ഒരിക്കലും ക്ഷമിക്കാൻ സാധ്യതയില്ലാത്ത കുറ്റമായിരുന്നു. കാരണം അവൾ ചെയ്ത ട്രീസൺ, രാജ്യദ്രോഹ കുറ്റമാണ് അവൾ ചെയ്തത്. പക്ഷെ ആ കുറ്റം ദൈവത്തിന്റെ മുമ്പിൽ അത് തീർച്ചയായിട്ടും അത് നീതിയായിട്ട് കണക്കിട്ടത് കാണുക. വിശ്വാസത്തോളം അവർ ചെയ്തത്. കാരണം ഈ യഹോവയാണ് ദൈവം, അല്ലെ, ഇസ്രായേലിന്റെ ദൈവം യഹോവയാണ്. ആ യഹോവയാണ് യഥാർത്ഥമായ ദൈവം എന്നാണ് മനസ്സിലാക്കിയതുകൊണ്ട് അവള് പ്രാണത്യാഗം, അല്ലെ, ത്യാഗപരമായ ഒരു തീരുമാനമെടുത്തു വിശ്വാസത്താൽ എന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ട് ആ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോടും എതിർത്ത് നിൽക്കുക, പ്രാണത്യാഗം വരേക്കും എതിർത്ത് നിൽക്കുക എന്നുള്ള കാര്യം നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ദാനിയേലിന്റെയും സ്നേഹിതന്മാരുടെ തീരുമാനത്തിന്റെ ഫലം എന്തായിരുന്നു? നമുക്ക് അതേക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. നമുക്ക് നോക്കുക, അതിന്റെ 15-20 വാക്യങ്ങൾ കാണുവാൻ കഴിയും. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുന്ന വളരെ വ്യക്തമായിട്ട് അവിടെ കാണുവാൻ കഴിയും. അനേക വിഷയങ്ങൾ അവിടെ കാണുന്നുണ്ട്. അവർക്ക് ദൈവമാർക്ക് അഴക് നൽകി, മാംസപുഷ്ടി നൽകി, വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയിലും സാമർഥ്യം കൊടുത്തു. മാത്രമല്ല ദാനിയേലിന് ഒരു പ്രത്യേക കഴിവ് ദൈവം കൊടുത്തായിട്ട് കാണുന്നുണ്ട്. എന്തായിരുന്നു? അതും ദൈവത്തിന്റെ കാര്യപരിപാടിയായിരുന്നു. കാരണം ദാനിയേലിന് ആ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുവാൻ, ദർശനങ്ങളെ വ്യാഖ്യാനിക്കുവാൻ ദൈവം പ്രത്യേകിച്ച് ഒരു കഴിവ് കൊടുത്തു. അതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ കാര്യപരിപാടി കൊണ്ട് കാണുവാൻ കഴിയും. മാത്രമല്ല ആ 3 വർഷം കഴിഞ്ഞ് ആ ബാലന്മാരെ അവിടെ നിർത്തുമ്പോഴേ അവിടെ രാജാവ് ഒരു പ്രത്യേക കാര്യം നോട്ട് ചെയ്യുന്നുണ്ട്. അവർ മറ്റു വിദ്വാൻമാരെക്കാൾ 10 ഇരട്ടി വിശിഷ്ടന്മാർ, 2 ഇരട്ടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ച് ബെറ്റർ ആയിരുന്നു, കുറച്ച് അവരെക്കാട്ടും ബെറ്റർ ഇവിടെ എഴുതിയിരിക്കുന്ന 10 ഇരട്ടി ബെറ്റർ ആയിരുന്നു, 10 ഇരട്ടി അവരെ വിശിഷ്ടരായിരുന്ന കാര്യം രാജാവിന് ബോധ്യമായി. അത് അവരുടെ എന്തുകൊണ്ടാണ് ഉണ്ടായത്? അവർ കഴിച്ച ഭക്ഷണം കൊണ്ടാണോ? അവർ മറ്റുള്ളവരെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചോണ്ടാണോ? അല്ല, ദൈവം അവർക്ക് കൊടുത്ത കൃപ കൊണ്ട് മാത്രമാണ്. അവർ കഴിച്ച ഭക്ഷണം മറ്റുള്ളവർ കഴിച്ച ഭക്ഷണത്തിനെക്കാട്ടിലും മോശമായ, അല്ലെങ്കിൽ അത് അത്രയുമുള്ള
പ്രോട്ടീൻസും അങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും വൈറ്റമിൻസ് ഒന്നുള്ള ഭക്ഷണമല്ല കഴിച്ചത്. എന്നാൽ അവർക്ക് ദൈവത്തിന്റെ കൃപ കൊടുത്തു. ദൈവം അവരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു. ആ ദാനിയേലിന്റെ സ്നേഹിതന്മാരെ തീരുമാനത്തിന്റെ ഫലം, അതായത് ദൈവം അത് മാനിച്ചെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ പലപ്പോഴും ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമെങ്കിൽ നമ്മൾ ഭക്ഷണത്തോടുള്ള ബന്ധത്തില്, നമ്മുടെ ജീവിതത്തിന് സാഹചര്യത്തോടുള്ള ബന്ധത്തില് നമ്മൾ ഒരിക്കലും നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം നമ്മളായിരിക്കുമ്പോഴേ കർത്താവിന് വേണ്ടി നമ്മൾ തീരുമാനം എടുക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ തീരുമാനത്തെ മാനിക്കും. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കാതിരിക്കത്തില്ല. ഒരുപക്ഷെ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് വലിയ മാനമൊന്നും കിട്ടത്തില്ല. അത് കാര്യം ശരി. നമ്മൾ നേരത്തെ ഓർത്തല്ലോ, 1-ാം നൂറ്റാണ്ടിലെ ദൈവഭക്തന്മാർക്ക് വലിയ മാനമൊന്നും ഈ ലോകം കൊടുത്തില്ല. രാജാക്കന്മാർ അവരെ ഒരുപക്ഷെ കൊന്നു കളഞ്ഞവരും ശരിയാ. എന്നാൽ ദൈവം അവരെ മാനിക്കും. അവർക്ക് മാനം കിട്ടുന്ന ഒരു ദിവസമുണ്ട്. ആ സമയത്ത് ദൈവസ്ഥന് നിൽക്കുമ്പോഴേ തീർച്ചയായിട്ടും ദൈവം അവനെ മാനിക്കുമെന്ന കാര്യം നമുക്കറിയാൻ സാധിക്കും. പ്രതികൂല സാഹചര്യങ്ങളിലെ ദാനിയേലെ പെരുമാറ്റ രീതി എന്താ എന്ന് നമ്മൾ നോക്കുമ്പോഴേ ചുരുക്കമായിട്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദാനിയേലെ തനിക്ക് ലഭിച്ച അവസരങ്ങളൊന്നും ദാനിയേലെ ദുരുപയോഗം ചെയ്തില്ല. തനിക്ക് ദർശനങ്ങളെ കുറിച്ച് വിശദീകരിക്കുവാൻ തനിക്ക് ലഭിച്ച അവസരങ്ങളൊക്കെ ദാനിയേലിന്റെ പുസ്തകം പല പ്രാവശ്യം നമ്മൾ വായിക്കുന്ന പല പ്രാവശ്യം നമുക്ക് കാണുവാൻ കഴിയും. രാജാക്കന്മാർക്ക് ലഭിച്ച ആ ദർശനം, ആ സ്വപ്നങ്ങളൊക്കെ താനെ വിവരിച്ചു കൊടുക്കുന്ന കാര്യത്തില് ദാനിയേൽ ശുഷ്കാന്തി കാണിച്ചു. തനിക്ക് കൊടുത്ത താലന്ത്, വേർത്ത് പറഞ്ഞാൽ നമുക്ക് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് കാണുവാൻ കഴിയും. ദാനിയേൽ ഉപയോഗിച്ചു എന്ന് കാണുവാൻ കഴിയും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ നമ്മളെ ഉപയോഗിക്കുന്നുണ്ടോ, ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന കാര്യം നമ്മളെത്തിന് നമുക്കൊന്ന് ശോധന ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ ദാനിയേല് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എത്രയും വലിയ പ്രയാസങ്ങൾ ഉണ്ടായ സമയത്ത് ദാനിയേൽ രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് പോലും ദാനിയേൽ 3 നേരം പ്രാർത്ഥിച്ചായിട്ട് കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിലും 10-ാമത്തെ വാക്യത്തില് നമുക്ക് കാണുന്നത്. താൻ സ്നേഹിച്ച ദൈവത്തെ, താൻ സേവിച്ചു വന്ന ദൈവത്തെ തനിക്ക് തന്നെ പ്രാർത്ഥിച്ചാൽ കാണുന്നത്. ദാനിയേൽ നമ്മൾ നേരത്തെ ഓർത്തപോലെ തനിക്ക് നൽകിയ താലന്തുകൾ താൻ കുഴിച്ചിട്ടില്ല. താനത് ഉപയോഗിച്ചായിട്ട് കാണുന്നു. മാത്രമല്ല ദാനിയേല് ദൈവവചനം വായിക്കുന്ന കാര്യത്തിൽ യാതൊരു വീഴ്ചയും വരുത്തിയില്ല. 9-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലെ കാണുന്നുണ്ട്. അതായത് ദാനിയേല് അന്നത്തെ കാലത്ത് നമുക്ക് ബൈബിൾ കിട്ടിയിരിക്കുന്നത് അവർക്ക് ബൈബിളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ചുരുളുകളാണ് ഒരു പക്ഷെ ഉണ്ടായിരുന്നത്. ആ ചുരുളുകൾ എങ്ങനെ ഉപയോഗിച്ചെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ആ ചുരുളുകൾ ഉപയോഗിച്ച് തന്നെ അവര് ദൈവത്തിന് വായനം വായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ആ നിലയിൽ ദാനിയേല് അത് ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദാനിയേല് അത് വായിക്കുകയും തന്നെ ദൈവത്തിന് വായിച്ച മൂലം തനിക്ക് യാതൊരു പ്രയാസം ഉണ്ടായില്ല. തനിക്ക് അനേക കാര്യങ്ങൾ മനസ്സിലാക്കാനിടയായി തീർന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ആ നിലയിൽ തന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ദാനിയേലിനെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം വായിച്ചു. മാത്രമല്ല യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ച മൂലം തനിക്ക് അത് ഉപയോഗപ്പെടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ കാര്യപരിപാടി അതായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ദൈവത്തോടൊത്ത് സമയം ചെലവഴിക്കുന്ന കാര്യത്തില് ദാനിയേൽ ഒരിക്കലും മുടക്കം വരുത്തിയില്ല. താൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു ധ്യാനിച്ചു. അതുപോലെ ദൈവം അവർക്ക് കൃപയ്ക്കനുസരിച്ച് ദൈവം തനിക്ക് കൊടുത്ത കൃപയ്ക്കനുസരിച്ച് ദൈവത്തോട് താൻ വളരെയധികം സമയം ചെലവഴിച്ചു. നമ്മൾ 9-ാം അധ്യായം അത്ഭുതകരമായ അധ്യായം കാണുവാൻ കഴിയും. 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ആ കാര്യങ്ങൾ, ഇനിയും നടക്കേണ്ട കാര്യപരിപാടികൾ പോലും ദൈവം അവന് അതുപോലെ വെളിപ്പെടുത്തി കൊടുത്തു. അതായത് നമുക്കറിയാം 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ച് വലിയ പഠനം നമുക്ക് 9-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. ആ പഠനത്തോട് മാത്രമേ 70-ാമത്തെ ആഴ്ചവട്ടം ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. 69 ആഴ്ചവട്ടങ്ങൾ മാത്രമേ കഴിഞ്ഞുള്ളൂ. ആ 70-ാമത്തെ ആഴ്ചവട്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ആ സാഹചര്യങ്ങളിൽ, പ്രതികൂലമായാലും അനുകൂലമായ സാഹചര്യങ്ങളിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ തീരുമാനങ്ങൾ എടുത്തെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്താലേ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതായി നമുക്കറിയാൻ സാധിക്കും. ദൈവത്തിന്റെ കാര്യപരിപാടിയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ കാര്യമാണ്. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെ ഒരുപക്ഷെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കത്തില്ല, എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഇഷ്ടത്തിനുള്ളതായിരിക്കത്തില്ല. ദൈവം നമ്മളെ കുറിച്ച് പ്രതികൂലമായ സാഹചര്യങ്ങളിലെ ദൈവത്തിന് വേണ്ടി ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദാനിയേലിന് സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. ഈ 1-ാമത്തെ അധ്യായത്തിലെ അനേക സത്യങ്ങൾ ഇതുകൂടാതെ നമുക്ക് കാണുവാൻ കഴിയും. ദാനിയേലിന്റെ ആ തീരുമാനം, ദാനിയേലിന്റെ സ്നേഹിതന്മാരുടെ തീരുമാനം മൂലം ഉണ്ടായ ഇസ്രായേലിനുണ്ടായ ആ നേട്ടം
നമുക്കറിയാം ദൈവം 70 വർഷത്തെ അവരുടെ പ്രവാസത്തിൽ അവരെ വിട്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ 70 വർഷം കഴിഞ്ഞപ്പോഴേ അവരെ മടക്കി കൊണ്ടുവരാന്നൊക്കെ ദൈവം തീരുമാനിച്ചപ്പോഴേ, കോരസ് രാജാവിനെ അതിനുവേണ്ടി നിയോഗിച്ചപ്പോഴേ ഈ കാര്യങ്ങളൊക്കെയും കോരസിന് മനസ്സിലായിരുന്നു, ദാരിയാവേശിന് മനസ്സിലായിരുന്നില്ല നമുക്ക് കാണുവാൻ കഴിയും. ദൈവം അവർക്ക് രണ്ടാമത്തെ ആ ദേവാലയം പണിയോടൊപ്പം കോരസിനെ ഉണർത്തുന്ന സമയത്ത് ദൈവത്തിന്റെ കാര്യപരിപാടിക്ക് പിന്നിലെ ഈ സത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ദൈവം അവരെ ദൈവത്തിന്റെ കാര്യങ്ങൾ ഫലമേൽപ്പിച്ചു, ദാനിയേലിനെ സ്നേഹിതന്മാരെ ഏൽപ്പിച്ചപ്പോഴേ, അത് ചെയ്യാനൊക്കെ തീരുമാനിച്ചപ്പോഴേ തീർച്ചയായിട്ടും ദൈവം അവരെ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും ദൈവം തീരുമാനിച്ചു. നമ്മളെ കൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മൾ പാൻഡമിക് കാലഘട്ടത്തിൽ ജീവിക്കുന്നു. എന്നാൽ നമ്മൾ പ്രതികൂല കാലഘട്ടത്തിലും ദൈവത്തിന് നമ്മളെ കൊണ്ട് അത്ഭുത കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നൊരു കാര്യം ഈ ദൈവത്തിന് വചനം കാണുവാൻ കഴിയും. ദാനിയേലിനെ കൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിച്ചെങ്കിലേ നമ്മളെ കൊണ്ടും ദൈവത്തിന് ഉപയോഗിക്കാനും ദൈവത്തിന് പ്രയോജനപ്പെടുത്താനും സാധിക്കുന്ന കാര്യം. ശരി, നമ്മളെ ഈ ഒരു പക്ഷേ നമ്മൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മളായിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി കാര്യമാണ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ ഗ്രംബിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ കർത്താവിന് വേണ്ടി പ്രതികൂല സാഹചര്യങ്ങൾ കർത്താവിന് വേണ്ടി ഉണർന്നു നിൽക്കുവാൻ നിൽക്കണം, കർത്താവിന് വേണ്ടി ഉത്സാഹത്തോടെ നിൽക്കുവാൻ നിൽക്കണം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദാനിയേലിന്റെ ജീവിതത്തിലെ സാധിച്ചെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കും. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.